ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടലിൽ ഒരു ജവാന് വീരമൃത്യു. 18 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. അച്യുതൻ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഛത്തീസ്ഗഡിൽ ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. അതായത് ബിജാപൂർ ദന്തേവാഡ അതിർത്തിയിലെ ഗംഗലൂർ എന്ന മേഖലയിലാണ് സുരക്ഷാ സേനയും മാവോയിസ്റ്റും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നത്. ഇതുവരെ 18 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഏറ്റുമുട്ടലിൽ ഒരു ജവാൻ വീരമൃത്യു വരിക്കുന്നൊരു സാഹചര്യമുണ്ടായി. ഛത്തീസ്ഗഡ് പോലീസിന്റെ ജില്ലാ റിസർവ് ഗാർഡിലെ ജവാനാണ് വീരമൃത്യു വരിച്ചത് എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. CRPFിൻ്റെയും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് പോലീസിൻ്റെയും സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്തമായി ചേർന്നാണ് ഈ ദൗത്യം ഇപ്പോൾ ഈ മേഖലയിൽ തുടരുന്നത്. എന്തായാലും നിലവിൽ ആ ഏറ്റുമുട്ടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാവോയിസ്റ്റുകൾക്കെതിരെ ശക്തമായ നടപടിയാണ് സുരക്ഷാ സേനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.